ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളെല്ലാവരും കാത്തിരുന്ന ലാലേട്ടന്റെ റീ റിലീസ്, അതായത് നമ്മുടെ ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ സിനിമ റീ റിലീസ് ഇപ്പം നാളെ തന്നെ റീ റിലീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അറിയാൻ സാധിച്ചു. 6-ാം തീയതി റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ നേരത്തെ റിലീസ് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ തുടരും എന്ന് പറഞ്ഞ സിനിമയിലെ വൻ വിജയം, അതിനെ തിരക്ക് കാരണം ഈ സിനിമ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ റീ റിലീസിന് വേണ്ടി ചിലപ്പോൾ തുടരും മുമ്പിൽ വീട് പോകുമ്പോൾ എന്നുള്ള പേടി മാറ്റി വെച്ചതാണ്. പേടി വരാൻ ഇത് പുതിയ സിനിമയല്ല, പഴയ സിനിമയാണ്. അപ്പം എന്നെ കൊണ്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഇത്രയും നല്ല രീതിയിൽ ഒരു മോഹൻലാൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മോഹൻലാൽ സിനിമയെ കൊണ്ട് ചെക്ക് വയ്ക്കാൻ വേണ്ടി ഒരു മടി കാണും അവർക്ക്. അതുകൊണ്ടായിരിക്കും അവരത് റീ റിലീസ് ചെയ്യാതിരുന്നത്. അല്ലാതെ തുടരുന്ന സിനിമയെ പേടിച്ച് ഷോർട്ടാകുമ്പോൾ ഓടി അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ അതിനെ അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ താഴെ വന്നിട്ട് അങ്ങനെ. അതുകൊണ്ടല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇതൊരു റീ റിലീസ് സിനിമയാണ്. അപ്പോൾ റീ റിലീസ് സിനിമയ്ക്ക് ഒരു ചെറിയൊരു കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എല്ലാവരും കത്ത് കഴിഞ്ഞ സിനിമയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി വരുന്നത് അത്രയും നല്ല മോഹൻലാൽ ആരാധകരും പിന്നെ ഈ ചോട്ടാ മുംബൈ എന്നുള്ള സിനിമയുടെ ഫാൻസ്, ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ഫാൻസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് സാമ്പത്തിക രീതിയിൽ നോക്കുമ്പോഴത്തേക്കും കുറച്ച് ഒരു സിനിമ കാണാൻ പൈസ ഉള്ളവൻ ചിലപ്പം അത് കാണാൻ പറഞ്ഞില്ല. പിന്നെ ലാലേട്ടന്റെ അത്രയും ആരാധകരും ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ സിനിമ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടവരും എന്തായാലും സിനിമ കാണാൻ യാതൊരു സംശയം. പിന്നെ ലാലേട്ടൻ ഒരു പ്രത്യേക റെക്കോർഡുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീ റിലീസുകളിൽ എല്ലാ സിനിമകളും ലാഭം നേടിയ സിനിമ, അതായത് റീ റിലീസ് ചെയ്ത എല്ലാ സിനിമകളും ലാഭം നേടി റെക്കോർഡ് മോഹൻലാലിനുണ്ട്. അത് മലയാളത്തിൽ മോഹൻലാലിന് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർക്കാം. ഇനി ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ സ്പടികം നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഇറങ്ങിയതാണ്, റീ റിലീസ് ഇറങ്ങിയതാണ്. അതിനുശേഷം ഇറങ്ങിയ ദേവദൂതൻ എന്ന് പറഞ്ഞാൽ ദേവദൂതനാണെന്ന് തോന്നുന്നു ഇതിൽ ആദ്യം റിലീസ് ചെയ്തത്. ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസ് നമുക്ക് അറിയാം. ദേവദൂതൻ തിയേറ്ററിൽ അത്ര വലിയ വിജയമായ സിനിമയല്ല, എന്നിട്ട് പോലും ആ സിനിമ ആൾക്കാർ തിയേറ്ററിലോട്ട് വന്ന് കണ്ടു പ്രത്യേക ഒരു എക്സ്പീരിയൻസ്. അത് കുറച്ച് കട്ടൊക്കെ വരുത്തിയ ഒരു കുറച്ച് വേർഷൻ നല്ലൊരു രീതിയിലുള്ള വേർഷൻ ആയിട്ടാണ് അത് ഇറക്കി എഴുതിയതൊക്കെ നല്ല രീതിയിൽ ഇറക്കിയതാണ്. അതുകൊണ്ട് തന്നെ ആ സിനിമ കാണുന്ന ആൾക്കാർ ഇടിച്ച് കയറുന്നുണ്ട്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു 5-6 കോടി രൂപയ്ക്ക് മുകളിൽ ദേവദൂതൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു റീ റിലീസ് ചരിത്രം തന്നെ ലാലേട്ടൻ റിലീസ് ചെയ്ത എല്ലാ സിനിമകളും വലിയ വിജയം. കാരണം ലാലേട്ടന്റെ പഴയ സിനിമകൾക്കൊക്കെ അത്രയ്ക്ക് റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. അപ്പം നിങ്ങൾ പറയും ഞാൻ മറ്റേ പഴയ സിനിമയ്ക്ക് മാത്രമേ റിപ്പീറ്റ് വാല്യൂ ഉള്ളൂ എന്ന് പറഞ്ഞു എന്നും വന്ന് പറയണ്ട. തുടരും എന്ന് പറഞ്ഞ സിനിമയ്ക്കൊക്കെ നല്ല റിപ്പീറ്റ് വാല്യൂ. തുടരും എന്ന് പറഞ്ഞ സിനിമയ്ക്കൊന്നും ഒരു നെഗറ്റീവ് ഇല്ലാത്ത സിനിമയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, എന്റെ റിവ്യൂസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ആ സിനിമയിൽ എനിക്ക് തോന്നിയ ഒരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ അതൊരു മിസ്റ്റേക്ക് എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചെറിയൊരു പ്രശ്നം ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാം കൂടെ താഴെ വന്ന് ഭയങ്കര പൊങ്കാലയും ബഹളമൊക്കെ ആയിരുന്നു. ഞാൻ പറയും എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുന്നില്ല. എനിക്ക് എന്താണോ തോന്നുന്നത് അത് ഞാൻ പറയും. ഞാൻ സിനിമ ഒരിക്കലും പരാജയപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ള കാര്യം വേറെ എന്റെ വീഡിയോ അല്ലെങ്കിൽ എന്റെ ചാനൽ ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. തുടർന്ന് സിനിമയിൽ നമ്മൾ എങ്ങനത്തെ റിവ്യൂ ആണ് കൊടുത്തതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തിയേറ്ററിൽ പോലും തിയേറ്റർ റെസ്പോൺസ് പോലും നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. എന്റെ തിയേറ്റർ റെസ്പോൺസ് നല്ല രീതിയിൽ കിട്ടായ തിയേറ്റർ റെസ്പോൺസ് ആണ്. കാരണം അത്രത്തോളം നല്ല സിനിമയായിരുന്നു. എല്ലാ സിനിമയിലും ലോജിക്കൽ സ്റ്റേ കാണും എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ തുടർന്ന് നമ്മൾ സിനിമയ്ക്ക് കംപ്ലീറ്റ് ലോജിക്ക് നോക്കി എടുത്ത സിനിമയാണെന്ന് പറയുമ്പോഴത്തേക്കും അതിലും ചെറിയ ലോജിക്ക് മിസ്റ്റേക്കുകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്ത വീഡിയോ ആണ് അത്. അല്ലാതെ തുടർന്ന് നമ്മുടെ സിനിമ ഫുൾ നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ ആ സിനിമ തെറ്റായ സിനിമയാണ്, ആ സിനിമ കഥയാണ് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ആ സിനിമ നല്ല രീതിയിലുള്ള കഥയുണ്ട്, നല്ല രീതിയിലുള്ള മേക്കിംഗ് ഉണ്ട്, എല്ലാം നല്ല രീതിയിലാണ് പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ചെറിയ ലോജിക്ക് സിനിമയായതുകൊണ്ട് ലോജിക്ക് മിസ്റ്റേക്ക് വരില്ലെന്ന് ഞാൻ പറയുന്നില്ല. സിനിമയ്ക്കകത്ത് ഒരു സിനിമ എടുക്കുമ്പോൾ സിനിമയെ ലോജിക്ക് മിസ്റ്റേക്ക് തന്നെയാണ്. സിനിമയ്ക്കകത്ത് പല ഒരു സന്ദർഭം പല രീതിയിൽ എടുക്കാം. അത് ഒരു രീതിയാണ് ആ ഫിലിമിൽ എടുത്തിരിക്കുന്നത്. നമ്മൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ എടുക്കുക അതങ്ങനെ എടുക്കുക എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അതൊക്കെ ലോജിക്ക് മിസ്റ്റേക്ക് തന്നെയാണ്. സിനിമയിൽ ലോജിക്ക് മിസ്റ്റേക്ക് വരും എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെറിയ ലോജിക്ക് മിസ്റ്റേക്ക് അതിലുണ്ട് എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പൊ എല്ലാവരും കാത്തിരിക്കുന്നത് പോലെ ഞാനും ചോട്ടാ മുംബൈ റീ റിലീസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ ഇന്ന് നമ്മുടെ കമലഹാസന്റെ തഗ് ലൈഫ് ഇറങ്ങുന്നുണ്ട്. കമലഹാസൻ മാത്രമല്ല, ചിദംബരസൻ ചിമ്പു തിരിച്ചുവരവ് നടത്താൻ വേണ്ടി ഇരിക്കുന്ന സിനിമ തന്നെയാണ് തഗ് ലൈഫ് എന്ന് പറഞ്ഞ യാതൊരു സംശയമില്ല. തമിഴ്നാട്ടിൽ നിന്ന് റെസ്പോൺസ് അനുസരിച്ച് ചിമ്പുവാണ് കമലഹാസനെ മുകളിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചിമ്പുവിന്റെ തിരിച്ചുവരവായിട്ട് അറിയാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ തഗ് ലൈഫ് കാണാൻ കാത്തിരിക്കുന്നവരാണ് കൂടുതൽ, ചോട്ടാ മുംബൈ കാണാൻ കാത്തിരിക്കുന്നവരാണ് കൂടുതൽ. നന്ദി, നമസ്കാരം.